നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണെന്നറിയാനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയുക. അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിലുള്ള ആത്മവിശ്വാസം, ധൈര്യം ഇവയൊക്കെ വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് മുന്നിൽ വന്നു ചേരുന്ന ഏതൊരു കാര്യത്തെയും വളരെയധികം ആത്മവിശ്വാസത്തോടെ, ധൈര്യത്തോടെ നിങ്ങൾക്ക് നേരിടാൻ സാധിക്കും എന്നുള്ള ഒരു സന്ദേശമാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നത്. ഇപ്പോൾ പല ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കേണ്ട അല്ലെങ്കിൽ പല നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട ഒക്കെ ഒരു സാഹചര്യം നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഏറ്റെടുക്കാനും അതേപോലെ തന്നെ ആത്മവിശ്വാസത്തോടെ പല കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുമൊക്കെ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതേപോലെ തന്നെ വളരെയധികം ക്ഷമ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു സമയമാണ് ഇനി മുന്നോട്ടുള്ള ദിവസങ്ങൾ. ഇപ്പോൾ ജോലി സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളിലോ ഒക്കെ വളരെയധികം മാനസിക സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരുന്ന പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നു ചേർന്നേക്കാം. അപ്പോൾ അവിടെ നിങ്ങൾ ക്ഷമയോടുകൂടി നിങ്ങളെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ നിയന്ത്രിച്ച് നിർത്തിയാൽ അത് നിങ്ങൾക്ക് വളരെയധികം ഗുണകരമാവുന്നതാണ്. നിങ്ങൾക്ക് വന്നു ചേർന്നേക്കാവുന്ന പല ആപത്തുകളെയും നിങ്ങളിൽ നിന്നും ഒഴിവാക്കി വിടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിനുള്ള പല മാർഗങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ നിലവിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കൊരു പരിഹാരം നിങ്ങൾക്ക് കിട്ടും എന്നുള്ള ഒരു സന്ദേശവും ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. വളരെയധികം കഷ്ടപ്പാടുകളും വിഷമഘട്ടങ്ങളുമൊക്കെ മറികടന്ന് മുന്നോട്ട് വരാൻ സാധിച്ച വ്യക്തികളായിരിക്കാം നിങ്ങളിൽ പലരും. അത്തരം ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ ഏത് സാഹചര്യത്തെയും ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ, പ്രയത്നിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ മറികടക്കാൻ സാധിക്കുമെന്ന് മറ്റുള്ളവർക്ക് തെളിയിച്ചു കൊടുത്തിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളിൽ പലരും. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങളുടെ ആത്മവിശ്വാസം കൊണ്ടും നിങ്ങളുടെ പ്രയത്നം കൊണ്ടും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും നിങ്ങളുടെ കുടുംബജീവിതത്തിലായാലും മുമ്പ് സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ച് സങ്കടപ്പെടുന്ന ഒരു സാഹചര്യം നിങ്ങളിൽ പല ആളുകളിലും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ അവിടെ നിങ്ങളുടെ ഭാഗത്തായിരിക്കാം ശരി, പക്ഷേ നിങ്ങളെ മനസ്സിലാക്കാതെ നിങ്ങളെ എപ്പോഴും കുറ്റപ്പെടുത്താനായിരിക്കും പലരും ശ്രമിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ഭാഗം കേൾക്കാനോ നിങ്ങളെ വിശ്വസിക്കാനോ ആരും തയ്യാറായിരുന്നില്ലായിരിക്കാം. അപ്പോൾ അത്തരം സങ്കടങ്ങളിൽ കൂടി കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്കൊരു നീതി വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ എന്തായിരുന്നു എന്നുള്ള ഒരു സത്യം അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തായിരുന്നു ന്യായം എന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്ന ഒരു സമയം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതിനാൽ തന്നെ അത്തരം സംഭവങ്ങളെ അല്ലെങ്കിൽ സങ്കടങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കേണ്ടതില്ല. നിങ്ങൾക്ക് നീതി ലഭിക്കും എന്നുള്ള ഒരു സന്ദേശം തന്നെയാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നത്. അതിനാൽ തന്നെ നിങ്ങളുടെ ഉള്ളിൽ എത്ര സങ്കടമുണ്ടെങ്കിലും നെഗറ്റീവ് ചിന്തകൾ ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റി സന്തോഷത്തോടെ പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ എന്തൊക്കെയോ ചില കാര്യങ്ങളിൽ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുന്ന ആളുകളെ ഇവിടെ കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും ഏതെങ്കിലും ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള ആശങ്കകൾ മൂലം സമാധാനം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കാം. എന്നാൽ നിങ്ങളിലെ അത്തരം ആശങ്കകളൊക്കെ മാറി ഏത് കാര്യവുമായിട്ട് ബന്ധപ്പെട്ടാണോ നിങ്ങളുടെ സമാധാനം ഇപ്പോൾ നഷ്ടപ്പെടുന്നത് ആ ഒരു കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു നിലപാടെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. അതേപോലെ തന്നെ
ഈശ്വരചിന്ത നിങ്ങളിൽ വർദ്ധിപ്പിക്കുക. ചില കാത്തിരിപ്പുകൾക്ക് അവസാനമുണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് നന്മകൾ, ഭാഗ്യമൊക്കെ നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. ഒരുപാട് സ്വപ്നങ്ങൾ, പ്രതീക്ഷകളൊക്കെ നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളിൽ ചില ആളുകളുടെ ജീവിതം ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ധാരാളം തടസ്സങ്ങൾ, ടെൻഷൻ ഇവയിലൂടെയൊക്കെ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു നെഗറ്റീവ് എനർജി കടന്നു കൂടിയിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ മാനസിക നിലയിലായാലും അല്ലെങ്കിൽ സാഹചര്യങ്ങളിലായാലും മൊത്തത്തിലൊരു നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യമാണ് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും ചില നെഗറ്റീവായിട്ടുള്ള വ്യക്തികളുടെ സാന്നിധ്യമായിരിക്കാം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കുടുംബജീവിതത്തിലായാലും റിലേഷൻഷിപ്പിലായാലും അവിടെ ഒരു കാരണവുമില്ലാതെ മറ്റുള്ളവർ പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടായിരിക്കാം. നിങ്ങളെ മനഃപൂർവ്വം ദ്രോഹിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റുകളിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങളെ ഉപയോഗിക്കുന്ന ഒക്കെ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടായിരിക്കാം. അങ്ങനെ മൊത്തത്തിൽ നെഗറ്റീവ് എനർജിയിൽ നിൽക്കുന്ന ആളുകളാണ് നിങ്ങളിൽ പലരും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കുള്ള യൂണിവേഴ്സിൻ്റെ ഒരു സന്ദേശമായിട്ട് കാണുന്നത്, നിങ്ങളുടെ സാഹചര്യങ്ങളിലേക്കൊക്കെ ഒരു മാറ്റങ്ങൾ തീർച്ചയായിട്ടും എത്തിച്ചേരുന്നുണ്ട്. നിങ്ങൾക്കിപ്പോഴുള്ള നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന്, മാനസിക നിലയിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുറത്തേക്ക് വരാനായിട്ട് കഴിയും. കാരണം എന്തൊക്കെയോ കാര്യങ്ങളിൽ വളരെയധികം സന്തോഷം, സമാധാനമൊക്കെ അനുഭവിക്കുന്ന ആളുകളെയാണ് ഇവിടെ കാണുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ നിലവിലെ സാഹചര്യങ്ങളിലേക്ക് ദൈവം അപ്രതീക്ഷിതമായിട്ടുള്ള ചില മാറ്റങ്ങൾ നൽകുന്നതിലൂടെ, ചില പരിഹാരങ്ങൾ കണ്ടെത്താനുള്ള വഴികൾ നൽകുന്നതിലൂടെയൊക്കെയുള്ള ഒരു സന്തോഷമായിരിക്കാം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്. എന്തായാലും നിങ്ങളിലേക്ക് വളരെയധികം പോസിറ്റീവ് എനർജി കടന്നു വരുന്നുണ്ട്. സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നു എന്നുള്ള ഒരു സന്ദേശമാണ് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നത്. കൂടാതെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും നിങ്ങൾക്കൊരു ജീവിത വിജയം കൈവരുന്ന, നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ കൈവരുന്ന തരത്തിലുള്ള എന്തോ പുതിയ ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക. അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.